പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി സകല സീമകളും ലംഘിച്ച് മുന്നേറുകയാണ്. പാകിസ്ഥാന് വേണ്ടി വിടുപണി ചെയ്യുന്ന അവസ്ഥയിലാണ് അദ്ദേഹം എത്തി നിൽക്കുന്നത്. പാകിസ്ഥാൻ്റെ ചാരൻ, പാകിസ്ഥാൻ്റെ അംബാസിഡർ എന്നൊക്കെ വിളിച്ചാലും തെറ്റില്ല. ഇദ്ദേഹത്തിൻ്റെ ഓരോ പെരുമാറ്റവും ഓരോ വാക്കും പാകിസ്ഥാന് ഉത്സാഹം നൽകുന്നതാണ്. അവർക്ക് അന്താരാഷ്ട്ര വേദികളിൽ കേൾപ്പിക്കാവുന്ന പ്രസംഗങ്ങളും ചോദ്യങ്ങളുമൊക്കെയാണ് രാഹുൽ ഗാന്ധിയിൽ നിന്ന് നിർഭാഗ്യവശാൽ ഉണ്ടാവുന്നത്. താൻ ഭാരതീയനാണ് എന്ന് പോലും അദ്ദേഹത്തിന് തോന്നുന്നില്ല എന്നതാണ് ഖേദകരമായിട്ടുള്ള കാര്യം. അദ്ദേഹം ഏറ്റവും പുതിയതായിട്ട് വിദേശകാര്യമന്ത്രി ഡോക്ടർ ജയശങ്കറിനോട് 3 ചോദ്യങ്ങൾ ചോദിച്ചു. ഇതിനു മുമ്പും ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. യുദ്ധം തുടങ്ങും, ഇന്ന സ്ഥലത്ത് ആക്രമിക്കും എന്നൊക്കെയുള്ള വിവരം ചോർത്തിക്കൊടുത്തു എന്നൊക്കെ പറഞ്ഞ് ബഹളം വെച്ചിട്ടൊക്കെ ഉണ്ട് കഴിഞ്ഞ ആഴ്ച. ഇത്തവണ പുതിയ 3 ചോദ്യങ്ങളുമായിട്ടാണ് വന്നിരിക്കുന്നത്. ചോദ്യങ്ങൾ ജയശങ്കറിന് നേർക്കാണ്. ട്വിറ്ററിലാണല്ലോ ഈ യുദ്ധം നടക്കുന്നത്. ട്വിറ്ററിൽ രാഹുൽ ഗാന്ധി കുറിച്ചിട്ടു. ഞാനത് വായിക്കാം. വൈ ഹാസ് ഇന്ത്യ ബീൻ ഹൈഫനേറ്റഡ് വിത്ത് പാകിസ്ഥാൻ? ഇതാണ് ആദ്യത്തെ ചോദ്യം. ഭാരതത്തെ പാകിസ്ഥാനുമായിട്ട് ഹൈഫനേറ്റ് ചെയ്യുന്നത് എന്തുകൊണ്ട്? അതായത് ഭാരതവും പാകിസ്ഥാനും തുല്യരാണ് എന്നുള്ള ഒരു ധ്വനി കൊണ്ടുവരുന്നതിനെയാണ് ഹൈഫനേഷൻ എന്ന് പറയുന്നത്. രണ്ടുപേരും ഏകദേശം ഒരേ സ്റ്റാറ്റസുള്ള രാജ്യങ്ങളാണ് എന്ന് വരുത്തുക. അപ്പോൾ ഇന്ത്യയും പാകിസ്ഥാനും എന്ന് പറയുമ്പോൾ 2 രാജ്യങ്ങൾ ഏകദേശം തുല്യർ എന്നുള്ള അർത്ഥം വരും. ഇവിടെ സംഭവിക്കുന്നത് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലാണ് ഈ വഴക്ക്, ഈ കോൺഫ്ലിക്റ്റ്, ഈ സ്കിർമിഷ് ഉണ്ടായിരിക്കുന്നത് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലാണ്. അപ്പോൾ ഇന്ത്യയും പാകിസ്ഥാനും എന്നല്ലേ പറയാൻ പറ്റുള്ളൂ. ഇന്ത്യക്കും അങ്ങനെ പറയാൻ പറ്റുള്ളൂ, മറ്റ് രാജ്യങ്ങൾക്കും അങ്ങനെ പറയാൻ പറ്റുള്ളൂ. അല്ലാതെ ഇന്ത്യയും കൊളംബിയയും എന്ന് പറയാൻ പറ്റുമോ? പാകിസ്ഥാനും അർജൻറ്റീനയും എന്ന് പറയാൻ പറ്റുമോ? ആര് തമ്മിലാണോ പ്രശ്നം നിലനിൽക്കുന്നത് അവരുടെ പേരല്ലേ പറയാൻ പറ്റുള്ളൂ. അവർ തമ്മിലാണ് പ്രശ്നം എന്നല്ലേ പറയാൻ പറ്റുള്ളൂ. അതിൽ ഒരാളും മറ്റേയാളും ഒരേപോലെ നല്ലതാണെന്നോ ചീത്തയാണെന്നോ ഒരാൾ മോശമാണെന്നോ ഒന്നും അർത്ഥമുണ്ടാവണമെന്നില്ല, ഉണ്ടായി കൂടായികയുമില്ല. ബട്ട് ഈ 2 പേരും പറഞ്ഞല്ലേ പറ്റുള്ളൂ. വേറെ ആരുടെയെങ്കിലും പേര് പറയാൻ പറ്റുമോ? ഇതെന്താണ് രാഹുൽ ഗാന്ധി ഇങ്ങനെ പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇന്ത്യയും അമേരിക്കയും തമ്മിലാണോ പ്രശ്നം? ഇന്ത്യയും ഓസ്ട്രേലിയയും തമ്മിലാണോ പ്രശ്നം? പാകിസ്ഥാനും ബർമ്മയും തമ്മിലാണോ പ്രശ്നം? അതോ പാകിസ്ഥാനും റഷ്യയും തമ്മിലാണോ പ്രശ്നം? ഇങ്ങനെയൊക്കെ മണ്ടത്തരങ്ങൾ വിളിച്ചു പറയാൻ തുടങ്ങിയാൽ എന്ത് ചെയ്യും? നമ്പർ 2 അദ്ദേഹത്തിൻ്റെ ചോദ്യമാണ്, വൈ ഡിഡ് നോട്ട് എ സിംഗിൾ കൺട്രി ബാക്കസ് ഇൻ കണ്ടംനിങ് പാകിസ്ഥാൻ? പാകിസ്ഥാനെ അപലപിക്കുന്നതിൽ ഒരു രാജ്യം പോലും നമ്മുടെ കൂടെ ചേരാഞ്ഞത് എന്തുകൊണ്ട്? ഇദ്ദേഹം കഴിഞ്ഞ ഒരു 1.5 മാസമായിട്ട് TV ചാനലോ പത്രങ്ങളോ ഒന്നും കാണുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഏത് രാജ്യമാണ് ബാക്കിയുള്ളത്? പെഹൽഗാം സംഭവത്തിൽ ആ സംഭവത്തെ അപലപിക്കാത്ത രാജ്യം ഏതാണുള്ളത്? ഇനി വല്ല ബുർക്കിനോ ഫാസയോ സിയറ ലിയോണോ ലിസ്റ്റൻസ്റ്റീൻ ദ്വീപോ അങ്ങനെ ആരെങ്കിലും ഉണ്ടോ എന്ന് എനിക്കറിയില്ല. ബട്ട് എവറി കൺട്രി വർത്ത് ഇറ്റ്സ് നെയിം ഹാസ് കണ്ടംഡ് ദാറ്റ് അറ്റാക്ക്. ആ ടെററിസ്റ്റ് അറ്റാക്കിനെ എല്ലാവരും അപലപിച്ചു. എന്ത് വേണമെന്നാണ് ഇത്? രാഹുൽ ഗാന്ധി അറിഞ്ഞില്ലേ? വൈ ഡിഡ് നോട്ട് എ സിംഗിൾ കൺട്രി ബാക്കസ് ഇൻ കണ്ടംനിങ് പാകിസ്ഥാൻ എന്ന് പറയുന്നു. എല്ലാ രാജ്യങ്ങളും അതിനെ അപലപിച്ചിരുന്നു. പിന്നെ എന്താണ് രാഹുൽ ഗാന്ധി പ്രതീക്ഷിക്കുന്നത്? വേറൊന്ന്, നമ്മൾ പാകിസ്ഥാനെ ആക്രമിച്ചു. ആ ആക്രമിച്ചതിനെ ആരെങ്കിലും അപലപിച്ചോ? ഇല്ലല്ലോ. ചൈനയും തുർക്കിയും പിന്നെ അസർബൈജാൻ അത്ര വലിയൊരു രാജ്യമൊന്നുമല്ല, എന്നാലും എണ്ണം കൂട്ടാനായിട്ട് അതും കൂടെ പറയാമെന്നേ ഉള്ളൂ. ചൈന, തുർക്കി, അസർബൈജാൻ ഈ 3 പേരാണ് ഈ കോൺഫ്ലിക്റ്റിൻ്റെ സമയത്ത് പാകിസ്ഥാൻ്റെ കൂടെ നിന്നത്. തുർക്കി പാകിസ്ഥാനെ സഹായിച്ചു. തുർക്കിയിൽ നിന്ന് ആൾ പാകിസ്ഥാനിൽ പോയി ഇതൊക്കെ ചെയ്തു. പക്ഷേ
ഭാരതത്തെ കാര്യമായിട്ട് അവർ ഡിപ്ലോമാറ്റിക് തലത്തിൽ ആക്രമിച്ചൊന്നുമില്ല. ചൈനയും ഭാരതത്തെ ആക്രമിച്ചില്ല, പാകിസ്ഥാൻ്റെ കൂടെ നിൽക്കുകയാണ് ഞങ്ങൾ എന്ന് പറഞ്ഞതേ ഉള്ളൂ. മറ്റുള്ളവരെല്ലാവരും തന്നെ നിശബ്ദത പാലിച്ചു, ഇല്ലേ? ആ നിശബ്ദതയുടെ അർത്ഥം എന്താ? അതിനർത്ഥം ഇന്ത്യക്ക് തിരിച്ചടിക്കാനുള്ള അവകാശമുണ്ട്, അതവർ നടപ്പിലാക്കുന്നു. ഇതാണ് ആ നിശബ്ദതയുടെ അർത്ഥം. അല്ലെങ്കിൽ എല്ലാവരും പറയണ്ടേ, ഏയ് നിങ്ങൾ ചെയ്യുന്നത് ശരിയല്ല കേട്ടോ. നമ്മൾ അവരുടെ 9 ഭീകര താവളങ്ങൾ തകർത്തു. അത് ഭീകര താവളങ്ങളായിരുന്നില്ല എന്ന് ഏതെങ്കിലും രാജ്യം പറഞ്ഞോ? ചൈന പറഞ്ഞോ? ഇല്ലല്ലോ. റഷ്യ നമ്മളുടെ കൂടെ തന്നെ നിന്നില്ലേ? റഷ്യ തുറന്നു പറഞ്ഞു, ഇസ്രായേൽ തുറന്നു പറഞ്ഞു, ബോൾഡായിട്ട് നമ്മുടെ കൂടെ നിന്നില്ലേ? ഇതൊന്നും രാഹുൽ ഗാന്ധി അറിയുന്നില്ലേ? അപ്പോൾ പെഹൽഗാമിലെ ഭീകരാക്രമണത്തെ എല്ലാവരും അപലപിച്ചു. ഇന്ത്യ തിരിച്ചടിച്ചു കഴിഞ്ഞപ്പോൾ ആരും അപലപിച്ചുമില്ല. പിന്നെ 2 രാജ്യങ്ങൾ തമ്മിൽ ഏറ്റുമുട്ടുമ്പോൾ പ്രകടമായിട്ട് ആരും അതിൽ അഭിപ്രായം പറയാറില്ല. റഷ്യ ഉക്രൈൻ യുദ്ധത്തിൽ ഭാരതം ആരുടെ കൂടെയായിരുന്നു? റഷ്യയുടെ കൂടെയായിരുന്നോ? പ്രവൃത്തി കൊണ്ട് ഒരുപക്ഷെ റഷ്യയുടെ കൂടെയായിരുന്നു. ബട്ട് പറച്ചിലിൽ ആ യുദ്ധമല്ല, ആ ബുദ്ധനെയാണ് നമുക്ക് ആവശ്യം എന്നൊക്കെയാണ് മോദി പറഞ്ഞത്, ഇല്ലേ? മോദി റഷ്യയിലും പോയി, ഉക്രൈനിലും പോയി. അപ്പോൾ 2 സ്ഥലത്ത് പോയി എന്ന് പറഞ്ഞാൽ 2 പേരെയും പിന്താങ്ങിയെന്നാണോ അർത്ഥം? ഇത് എല്ലാ രാജ്യങ്ങളും ചെയ്യുന്നതാണ്. അവർ ഡിസ്പ്യൂട്ടിൽ പാർട്ടാവാൻ ഒരുപാട് താമസിക്കും. ഡിസ്പ്യൂട്ട് വല്ലാതെ നീണ്ടുപോയി കഴിഞ്ഞാൽ മെല്ലെ ആളുകൾ പക്ഷം ചേരാൻ തുടങ്ങും. 2-3 ദിവസത്തെ ഡിസ്പ്യൂട്ടിൽ എല്ലാവരും ശ്രദ്ധിക്കും എന്നുള്ളതല്ലാതെ ആരും ആരുടെയും പക്ഷം ചേരുകയില്ല. പക്ഷേ അവർക്കൊരു പക്ഷം മനസ്സിലുണ്ടാവും, ആ പക്ഷത്തെ അവർ ഭംഗ്യന്തരേണ സഹായിക്കുകയും ചെയ്യും. അതാണ് ഇസ്രായേൽ തുറന്നു തന്നെ പറഞ്ഞു, ഇന്ത്യയെ സപ്പോർട്ട് ചെയ്തു. റഷ്യ ഇന്ത്യയെ സപ്പോർട്ട് ചെയ്തു. മറ്റ് രാജ്യങ്ങൾ ഇന്ത്യയെ എതിർത്തില്ല. അത് തന്നെ വലിയ കാര്യമാണ്. 1971 യുദ്ധത്തിൽ ഈ രാഹുൽ ഗാന്ധിയുടെ അമ്മൂമ്മ നടത്തിയ യുദ്ധമായിരുന്നല്ലോ 1971 യുദ്ധം. ആ യുദ്ധത്തിൽ ഓർഗനൈസേഷൻ ഓഫ് ഇസ്ലാമിക് കൺട്രീസ് എല്ലാവരും ചേർന്ന് യുണൈറ്റഡ് നേഷൻസിൽ പ്രമേയം കൊണ്ടുവന്നു ഭാരതത്തിനെതിരെ. ഇന്നാരും പ്രമേയം കൊണ്ടുവരുന്നത് എന്താ? ഇപ്പോഴും ഉണ്ട് OIC എന്ന ഓർഗനൈസേഷൻ ഓഫ് ഇസ്ലാമിക് കൺട്രീസ്. ഒരു പ്രമേയവും കൊണ്ടുവന്നില്ലല്ലോ. സൗദി അറേബ്യ അപലപിച്ചോ? ഇല്ല. UAE അപലപിച്ചോ? ഇല്ല. പോട്ടെ, ഖത്തർ അപലപിച്ചോ? ഇല്ല. എന്നിട്ടും രാഹുൽ ഗാന്ധിക്ക് ഇതൊന്നും കാണാൻ സാധിക്കുന്നില്ല. അദ്ദേഹം പറയുന്നത് ഒരു രാജ്യവും നമ്മുടെ കൂടെ നിന്നില്ല. പിന്നെ ഒരു പരാതി രാഹുൽ ഗാന്ധിക്ക് ബാക്കി കിടക്കുന്നു. ട്രംപ് മധ്യസ്ഥത വഹിച്ചു. അതാണ് അടുത്ത ചോദ്യം. ഹൂ ആസ്ക്ഡ് ട്രംപ് ടു മീഡിയേറ്റ് ബിറ്റ്വീൻ ഇന്ത്യ ആൻഡ് പാകിസ്ഥാൻ? ട്രംപിനോട് ആര് പറഞ്ഞു ഭാരതവും പാകിസ്ഥാനും തമ്മിൽ ഉള്ള പ്രശ്നത്തിൽ മധ്യസ്ഥത വഹിക്കാൻ? ആരാണ് ട്രംപിനോട് പറഞ്ഞത്? ഇതാണ് ചോദ്യം. ഇതിനുത്തരം എന്നാണ്. ആരും പറഞ്ഞിട്ടില്ല. ട്രംപ് സ്വമേധയാ ഒരു പ്രസ്താവന ഇറക്കി. ഞാൻ ട്രേഡ് കാണിച്ച് 2 രാജ്യങ്ങളോട് ഇത് സീസ് ഫയർ, അത് വെടിനിർത്താൻ ആവശ്യപ്പെട്ടു എന്ന് ട്രംപ് പറഞ്ഞു. 4 ദിവസം കഴിഞ്ഞപ്പോൾ ട്രംപ് തന്നെ പറഞ്ഞു, ഞാൻ ഡീലൊന്നും നടത്തിയിട്ടില്ല, അതിനെ ഒന്ന് സഹായിച്ചു എന്നേ ഉള്ളൂ എന്ന് മാറ്റിയും പറഞ്ഞു, ഇല്ലേ? നമ്മുടെ ഭാഗത്തു നിന്ന് വിദേശകാര്യ വകുപ്പിൻ്റെ വക്താവ് ജയ്സ്വാളാണ് പറഞ്ഞത്, ആരും മധ്യസ്ഥത വഹിച്ചിട്ടില്ല. പാകിസ്ഥാൻ ഇന്ത്യയെ വിളിച്ചു, ചേട്ടാ അടി നിർത്താമോ? ആ ശരി, നീ നിർത്താമെങ്കിൽ ഞാനും നിർത്താമെന്ന് പറഞ്ഞു. നിർത്തി. അപ്പോഴേക്കും പാകിസ്ഥാൻ്റെ 9 ഭീകരതാവളങ്ങളും 10-11 എയർബേസും എല്ലാം തകർന്നിരുന്നു. പാകിസ്ഥാൻ ആകെ അസ്തവ്യസ്തമായിരുന്നു. റൺവേ ഇല്ലാത്ത വിമാനത്താവളങ്ങൾ ആകെ കൂടെ പ്രശ്നമായി. 11 21 ഞാൻ ഓർക്കുന്നില്ല സ്ഥലത്ത് നമ്മൾ മിസൈൽ ആക്രമണം നടത്തി. ഇതെല്ലാം നമ്മുടെ കൺമുമ്പിൽ നടന്നിട്ടും പിന്നെയും ഇദ്ദേഹത്തിന് സംശയം മാറുന്നില്ല. അല്ല, ട്രംപിനോട് മധ്യസ്ഥത വഹിക്കാൻ ആരാ പറഞ്ഞത്? ആരും പറഞ്ഞില്ലപ്പോൾ.
അങ്ങേര് തന്നെ പറയുന്നു ഞാൻ മധ്യസ്ഥത വഹിച്ചൊന്നുമില്ല, ഒന്ന് സഹായിച്ചതേ ഉള്ളൂ എന്ന് പറയുന്നു. എനിക്ക് ഈ കോംപ്ലക്സ് ഇപ്പോഴും മനസ്സിലാകുന്നില്ല കേട്ടോ. ഇന്ത്യ പാകിസ്ഥാൻ പ്രശ്നം ഒരു ഉഭയകക്ഷി പ്രശ്നമാണ്, അതിലാരും ഇടപെട്ടുകൂടാ. എന്ത് കോംപ്ലക്സാണ് ഇതെനിക്ക് മനസ്സിലായി. ആരെങ്കിലും ഇടപെട്ടാൽ എന്താ? നിങ്ങൾ റോഡിൽ രണ്ടുപേരും കൂടെ അടിക്കുമ്പോൾ നാട്ടുകാരെങ്കിലുമൊക്കെ ഇടപെടും. ആ മാറും മതി ഇപ്പം വിട് എന്നൊക്കെ പറയും, വിടറാ എന്നെ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ വയ്ക്കുന്നു. ഇതൊക്കെ സർവ്വസാധാരണമല്ലേ? ഒരു യുദ്ധം, ഒരു ബഹളം ഒക്കെ നടന്നു കഴിഞ്ഞാൽ പലരും ഇടപെടും. ഈ ഇടപെടുന്നത് കുറ്റമായി പോയി, അല്ലല്ല ഇത് ഞങ്ങൾ തമ്മിലുള്ള പ്രശ്നം, നിങ്ങളാരും ഇടപെടരുത്, ഞങ്ങളിത് തല്ലിത്തീർക്കാൻ പോവാണ്, അങ്ങനെയൊന്നും ആരും സമ്മതിക്കില്ല. അടികൂടി കഴിഞ്ഞാൽ ആരെങ്കിലുമൊക്കെ ഇടപെടും, നിർത്തുമെന്ന് പറയും. ചിലർ എരി കൂട്ടാനായിട്ട് ഇടപെടും, ചിലർ ഇത് ശാന്തമാക്കാനായിട്ട് ഇടപെടും. അതിടപെട്ട് ആരെങ്കിലും സംസാരിച്ചു കഴിഞ്ഞാൽ അതെന്തോ വലിയ പ്രശ്നമാണ്. ഇന്ത്യ പറഞ്ഞപ്പോൾ പറഞ്ഞല്ലോ, ഒരുപാട് പേര്, ഒരുപാട് രാജ്യങ്ങൾ നമ്മളോട് സംസാരിച്ചിരുന്നു. എന്താ പ്രശ്നം അവിടെ? സംസാരിച്ചിരുന്നു. സൗദി അറേബ്യയിൽ നിന്നൊരു ദൂതൻ ഡൽഹിയിൽ വന്നു, ഡൽഹിയിൽ നിന്ന് ഇസ്ലാമാബാദിലേക്ക് പോയി. ഇവിടെയും വന്നു, അവിടെയും പോയി സൗദി അറേബ്യയുടെ ആൾ. എന്തായി, അദ്ദേഹം എന്ത് സംസാരിച്ചു എന്നുള്ളത് ഇതുവരെ പുറത്തു വന്നിട്ടില്ല. പക്ഷേ ആൾ വന്നിരുന്നു, വാർത്തയും വന്നതാണ്. വരണ്ടെന്ന് പറയാൻ പറ്റുമോ? നിങ്ങൾ കയറണ്ടെന്ന് പറയുമോ ആരെങ്കിലും? അങ്ങനെ അല്ലല്ലോ അതിൻ്റെ അന്താരാഷ്ട്ര മര്യാദ അങ്ങനെയല്ലല്ലോ. അപ്പോൾ ഈ ട്രംപിൻ്റെയൊക്കെ പിന്നാലെ പോയിട്ട് രാഹുൽ ഗാന്ധി വെറുതെ പ്രശ്നം ഉണ്ടാക്കരുത്. ട്രംപ് അറിഞ്ഞോ അറിയാതെയോ, അറിഞ്ഞുകൊണ്ടാണെന്നാണ് എൻ്റെ വിശ്വാസം, അദ്ദേഹം ഇങ്ങനെ മാറ്റിയും മറിച്ചുമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. വലിയ വീരവാദങ്ങളൊക്കെ പറയും, പിറ്റേ ദിവസം നേരെ തിരിച്ചു പറയും. ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ട്രംപ്. അതിൻ്റെ ലക്ഷ്യം എന്താണെന്ന് അമേരിക്കയ്ക്കറിയാം. അമേരിക്കയുടെ അംഗീകാരം കിട്ടിയില്ല എന്ന് ഒരു മനപ്രയാസം രാഹുൽ ഗാന്ധിയുടെ ഉള്ളിൽ കിടക്കുന്നു. ആ മനപ്രയാസം അങ്ങനെ കിടക്കുകയുള്ളൂ കേട്ടോ. എന്തിന് അമേരിക്ക നമ്മളെ പിന്തുണയ്ക്കണം എന്ന് ആലോചിച്ച് നോക്കും. എന്തിന് പിന്തുണയ്ക്കണം? നമ്മൾ ലോകത്തെ 4ാം മഹാശക്തിയായിട്ട് മാറിക്കഴിഞ്ഞു, അല്ലെങ്കിൽ ഇപ്പം മാറും താമസിയാതെ. അപ്പോൾ ഒന്നാമത് നിൽക്കുന്ന അമേരിക്കയ്ക്ക് അത് പിടിക്കുമോ? സാമാന്യ ബുദ്ധിക്ക് നിങ്ങൾ ആലോചിച്ച് നോക്കുക. 1ാം സ്ഥാനത്തിരിക്കുന്ന ആളിന് 2ാം സ്ഥാനത്തുള്ളവനെ പേടിയാണ്, 3ാം സ്ഥാനത്തുള്ളവനെ കുറച്ച് കുറവായിരിക്കും പക്ഷേ അവനെ പേടിയാണ്, അതിലും കുറച്ച് കുറവായിരിക്കും പക്ഷേ 4ാം സ്ഥാനത്തുള്ളവനെയും പേടിയാണ്. അപ്പോൾ 1ാം സ്ഥാനത്തുള്ളവൻ 2, 3, 4 സ്ഥാനങ്ങളിലുള്ളവരെയൊക്കെ ചവിട്ടും. 1ഉം 2ഉം ചേർന്നിട്ട് 3നെ ചവിട്ടും, 1ഉം 2ഉം 3ഉം ചേർന്ന് 4നെ ചവിട്ടും. ഇതാണ് ലോകക്രമം. ശക്തനും തമ്മിൽ അടിക്കുന്നതാണ് ലോകക്രമം. ദുർബലനും കെട്ടിപ്പിടിച്ച് കരഞ്ഞത് ചരിത്രമല്ല, അങ്ങനെ ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുമില്ല. വീരന്മാർക്കുള്ളതാണ് ലോകചരിത്രം. നമ്മൾ 4ാം സ്ഥാനത്തെത്തി, 3ാം സ്ഥാനക്കാരൻ നമ്മളെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്നു, റഷ്യ. നമ്മൾ റഷ്യയിൽ നിന്ന് S-400 മേടിച്ചു. S-400 മേടിക്കുമ്പോൾ അമേരിക്ക നമ്മളെ ഒരുപാട് ഭീഷണിപ്പെടുത്തി, സാങ്ഷൻസ് കൊണ്ടുവരുമെന്നൊക്കെ പറഞ്ഞു. അന്ന് ട്രംപല്ല, ജോ ബൈഡനാണ്. അത് വാങ്ങരുത് കേട്ടോ, ഞങ്ങൾ പിണങ്ങും എന്നൊക്കെ പറഞ്ഞു. നമ്മൾ വഴക്കിനൊന്നും പോയില്ല, മറുപടിയും കൊടുത്തില്ല. പക്ഷേ S-400 വാങ്ങി, കാര്യം നടന്നു. ഇപ്പോൾ ചൈനയുടെ J-10, J-17 ഇതുപോലത്തെ വിമാനങ്ങളൊക്കെ നിലംപരിശായി. അമേരിക്കയുടെ F-16 നിലംപരിശായി. വെറുതെയാണോ അമേരിക്കയും ചൈനയും നമ്മുടെ ശത്രുവാകുന്നത്? റഷ്യയിൽ നിന്ന് S-400 കൊണ്ടുവന്ന്, ഇസ്രായേലിൽ നിന്ന് ബറാക്ക് മിസൈൽ കൊണ്ടുവന്ന്, ഇന്ത്യൻ നാവിഗേഷനുമായിട്ട് അത് കണക്ട് ചെയ്ത് അതിൽ വേണ്ട മോഡിഫിക്കേഷൻ വരുത്തി, നമ്മളുടെ കമ്മ്യൂണിക്കേഷനുമായിട്ട് കൃത്യം മാച്ചാകത്തക്ക രീതിയിൽ, പിന്നെ അതുകൂടാതെ നമ്മളുടെ ആകാശ് മിസൈലും ഒക്കെ ആയിട്ട് അപ്രതിരോധ്യമായ കോട്ടയും കെട്ടി ആക്രമണവും നടത്തിയിട്ട് നമ്മൾ 3 ദിവസം കൊണ്ട് പാകിസ്ഥാനെ തരിപ്പണമായിട്ട് നിർത്തിയിരിക്കുകയാണ്. ഇതൊന്നും രാഹുൽ ഗാന്ധിക്ക് കണ്ണിൽ പിടിക്കുന്നില്ല അല്ലേ? ഇങ്ങനെയുള്ള രാഹുൽ ഗാന്ധിയെ ഒന്നുകിൽ ഭ്രാന്തൻ എന്ന് വിളിക്കണം, അല്ലെങ്കിൽ പാകിസ്ഥാൻ ചാരൻ എന്ന് തന്നെ വിളിക്കണം. ഇറ്റ് ഈസ് ദ ഹൈറ്റ് ഓഫ് നോൺസെൻസ്. ഞാനിത് പറയാൻ കാര്യം ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവായതുകൊണ്ടാണ്, 99 സീറ്റുള്ള പാർട്ടിയുടെ നേതാവായതുകൊണ്ടാണ്. അദ്ദേഹത്തിന് കുറച്ചെങ്കിലും ജനസ്വാധീനമുണ്ട് എന്ന് വിചാരിച്ചിട്ടാണ്. അത് ജനങ്ങൾ പുച്ഛിക്കുന്ന രീതിയിലേക്ക് തരം താഴ്ത്തുന്ന പരിപാടി
രാഹുൽ ഗാന്ധിക്ക് ചേർന്നതല്ല, കോൺഗ്രസ്സിനും ചേർന്നതല്ല. കോൺഗ്രസ്സിൽ തലയ്ക്ക് വെളിവുള്ള മനുഷ്യർ ഇയാളെ നിലയ്ക്ക് നിർത്തണം. അതല്ലെങ്കിൽ നിങ്ങൾക്ക് അടുത്ത തെരഞ്ഞെടുപ്പിൽ ഇതിലും വലിയ തിരിച്ചടി ഉണ്ടാകും. ശശി തരൂർ ഈ ഡെലിഗേഷൻ്റെ കൂടെ അന്യനാടുകളിലേക്ക് പോയത് കോൺഗ്രസ്സിനെ വെല്ലുവിളിച്ചുകൊണ്ടാണ്. ഇത് രാഹുൽ ഗാന്ധിക്ക് ദഹിക്കുന്നില്ല, സത്യമാണ്. ഒരു പാർട്ടിയുടെയും തലവന് ദഹിക്കുന്ന പ്രവൃത്തിയല്ല ശശി തരൂർ ചെയ്തത്. കൺസിസ്റ്റൻ്റായിട്ട് അത് ശശി തരൂർ പാലിക്കുമെന്നും എനിക്ക് വിശ്വാസമില്ല. എന്തുമായിക്കോട്ടെ, അതൊക്കെ രാഷ്ട്രീയ നീക്കങ്ങളാണ്. ബട്ട് ഇപ്പോൾ സംഭവിച്ചത് ശശി തരൂരിൻ്റെ ഈ കൂറുമാറ്റം രാഹുൽ ഗാന്ധിക്ക് താങ്ങാവുന്നതിലും അപ്പുറമാണ്. അതുകൊണ്ട് രാഹുൽ ഗാന്ധി നിശ്ചയിച്ചു ഇതെല്ലാം കൂടെ കുളം കലക്കിയേക്കാം എന്ന് തീരുമാനിച്ചു. കുളം കലക്കിയിട്ട് പാകിസ്ഥാന് കൊടുക്കുന്ന പരിപാടിയാണ് രാഹുൽ ഗാന്ധി ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. താമസിയാതെ അദ്ദേഹം സകല സീമയും ലംഘിച്ച് ജയിലിലേക്ക് പോകാനാണ് സാധ്യത. അല്ലെങ്കിൽ തന്നെ നാഷണൽ ഹെറാൾഡ് കേസ് പിന്നാലെയുണ്ട് കേട്ടോ. വലിയ താമസമില്ലാതെ സാമ്പത്തിക കുറ്റവാളിയായിട്ട് ജയിലിൽ പോകും. അതിനു മുമ്പ് തന്നെ രാജ്യദ്രോഹം കൊണ്ട് ജയിലിൽ പോകാമോ എന്നുള്ള നോട്ടത്തിലാണ് രാഹുൽ ഗാന്ധി. കഷ്ടം എന്നല്ലാതെ എന്താ പറയുക. താങ്ക് യു.